ഏവർക്കും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. LSJ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ജനാധിപത്യ വികേന്ദ്രീകരണം അഥവാ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിൻ്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് തന്നെ ജനാധിപത്യ വികേന്ദ്രീകരണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണം അല്ലെങ്കിൽ തദ്ദേശ ഭരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അധികാരങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്ന അധികാരങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സർക്കാരുകളിലേക്ക് വിതരണം ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ? ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും അധികാരവും താഴെ തട്ടിലേക്ക് വിതരണം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്ന അധികാരങ്ങൾ എങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങൾക്കറിയാം പ്രാദേശിക സർക്കാരുകൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പോൾ ഇവയിലേക്ക് അത് വിതരണം ചെയ്യപ്പെടുകയാണ് അല്ലേ? ഇവയുടെ അധികാര പരിധികളും മറ്റുമെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ദാരിദ്ര്യത്തെ നേരിടാനും ഗ്രാമ നഗര പ്രദേശങ്ങളുടെ വികസനം സുസ്ഥിരമാക്കുന്നതിനും ഭരണനിർവഹണം മികച്ചതാക്കുന്നതിനും ഇത് സഹായകരമാവുന്നു. അതായത് സത്യത്തിൽ ഇത് നമ്മുടെ ഗവേണൻസിൻ്റെ സുഗമമായ നടത്തിപ്പും അതുപോലെ തന്നെ അതിൻ്റെ വികസനത്തിനും കാര്യമായ സഹായം നൽകുന്നുണ്ട് ഡീസെൻട്രലൈസേഷനിലൂടെ. 1992 73 അതുപോലെ തന്നെ 74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങളിലൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക സർക്കാരുകൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചതിലൂടെ അധികാര വികേന്ദ്രീകരണം ഉറപ്പാക്കി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു സംഗതി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 92 73ാമത് ഭരണഘടനാ ഭേദഗതി നിയമം അഥവാ പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയും. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇനി അതുപോലെ 74ാം ഭരണഘടനാ ഭേദഗതി നിയമം നഗരപാലിക നിയമം നമ്മൾ പറയും. മുനിസിപ്പാലിറ്റികൾക്ക് അല്ലെ, അതായത് ഈ പറയുന്ന നഗര പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പോൾ ഈ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തന്നെ പ്രാദേശിക സർക്കാരുകൾക്ക് എല്ലാവിധ ഭരണഘടനാ പദവി ലഭിക്കുകയും ഇതിലൂടെ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇന്ത്യയിൽ പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഓക്കെ, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഉൾപ്പെടുന്ന പ്രാദേശിക ഭരണകൂടം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ, അതായത് നമ്മുടെ ശരിക്കും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മറ്റുമെല്ലാം അലോട്ട് ചെയ്യുന്നത് തന്നെ സംസ്ഥാന സർക്കാർ അവരുടെ ബഡ്ജറ്റുകളിലാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പ്രാദേശിക സർക്കാരുകളുടെ നിലനിൽപ്പ് ആരെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ ആരുടെ ഒരു ഡിസ്ക്രിഷണറി ഒരു പവറിന്റെ അടിസ്ഥാനത്തിലാണ്? സ്റ്റേറ്റിന്റെ തന്നെ ഡിസ്ക്രിഷണറി പവറിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. സംസ്ഥാനങ്ങളുടെ വിവേചനാധികാരം, ഡിസ്ക്രീറ്ററി പവർ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും അധികാരം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അധികാരം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ എല്ലാ രീതിയിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് അല്ലെ. ഉദാഹരണം ഇപ്പോൾ ഉയർന്നു വരുന്ന പല സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട് നീക്കിവെക്കുന്ന തുക പൂർണ്ണമായും അല്ലെങ്കിൽ കാര്യമായി ഈ പറയുന്ന പ്രാദേശിക സർക്കാരിലേക്ക് എത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനാകുന്നില്ല തുടങ്ങിയ ഒരുപാട് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അധികാരങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നും പ്രാദേശിക സർക്കാരിലേക്കാണ്.
അത്തരത്തിലുള്ള വിതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന് വിവേചനാധികാരമുണ്ട്, ഡിസ്ക്രിഷണറി പവർ ഉണ്ട് ദാനം. ഓക്കെ, ഇനി തുടർന്ന് ഈ കിട്ടുന്ന കാശും അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്കായാലും മുനിസിപ്പാലിറ്റികൾക്കായാലും നികുതി വരുമാനമുണ്ട്, നികുതി ഇതര വരുമാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകുന്ന ഗ്രാൻഡിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പണമുണ്ട്. ഈ പണമെല്ലാം വച്ചിട്ടാണ് അവരുടേതായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, അല്ലെ, ഇപ്പോൾ കോർപ്പറേഷൻ ബഡ്ജറ്റ് ഉണ്ടാവും, മുനിസിപ്പാലിറ്റി ബഡ്ജറ്റ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്ന. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. വികേന്ദ്രീകരണത്തിന്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ വികേന്ദ്രീകരണത്തിന്റെ നല്ല വശങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി, ദോഷവശങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഉന്നത ഉദ്യോഗസ്ഥരുടെ ജോലി ഭാരം കുറയ്ക്കുന്നു. സ്വാഭാവികം അല്ലെ, അതായത് ഈ പറയുന്ന അധികാരങ്ങൾ താഴെത്തട്ടിലേക്ക് വീതിച്ചു നൽകുന്നതിന്റെ ഭാഗമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലി ഭാരം കുറഞ്ഞു കിട്ടുന്നു. കാര്യനിർവഹണം വേഗത്തിലാക്കുന്നു. ദാറ്റ് മീൻസ് എക്സിക്യൂഷൻ. ഒരു തീരുമാനമെടുത്ത ആ തീരുമാനം വേഗത്തിൽ നടപ്പിലാക്കുന്നു. കാരണം താഴെത്തട്ടിലേക്ക് ഇത് പകർന്നു നൽകുകയാണ്. അവിടെ ഈ കാര്യങ്ങൾ ഒട്ടനടി വേഗത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് നടത്താൻ സാധിക്കും. വൈവിധ്യവൽക്കരണം സുഗമമാക്കുന്നു, അല്ലെ. വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് സ്വാഭാവികമായിട്ടും നമ്മുടെ തെക്കേ അറ്റത്തുള്ള പഞ്ചായത്തിനും വടക്കേ അറ്റത്തുള്ള പഞ്ചായത്തിനും ഒക്കെ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളും മറ്റുമൊക്കെ ആയിരിക്കാം. അവിടുത്തെ ഭൂമി ശാസ്ത്രമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഈ പറയുന്ന ഫണ്ടാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അതിനനുസരിച്ച് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഇത്തരത്തിൽ താഴെ തട്ടിലേക്ക് അധികാരങ്ങൾ നൽകുന്നതിലൂടെ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനും ഒക്കെ സാധിക്കും. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും. ആ ഒരു വിഭാഗം പ്രദേശത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വികസനത്തിനായിട്ടുള്ള പ്രചോദനം പ്രോത്സാഹിപ്പിക്കുന്നു. സ്വാഭാവികം, ഇത് വികസനം അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. മികച്ച നിയന്ത്രണവും മേൽനോട്ടവും ഉറപ്പാക്കുന്നു. നമുക്കറിയാം ഗ്രാമസഭകളുണ്ട്, ഗ്രാമസഭകൾ കൂടുന്നുണ്ട് പഞ്ചായത്ത് തലത്തിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നല്ല വശങ്ങൾ എന്ന് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ദോഷവശങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ. ഒന്ന്, ഏകീകൃത നയങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നമുക്ക് പ്രാദേശിക സർക്കാരുകൾ എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന താഴെ തട്ടിൽ വികസനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പറയും, ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് സ്വാഭാവികമായിട്ടും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഒരു ഏകീകൃത നയം അല്ലെങ്കിൽ ഒരു യൂണിഫോം പോളിസി പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. പല പഞ്ചായത്തുകൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകാം, അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടായിരിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ഒരു വശത്ത് നല്ല ആൾക്കാരായിരിക്കാം, മറുവശത്ത് അത്ര പ്രാവീണ്യമില്ലാത്തവരായിരിക്കാം, അല്ലെ. ഇനി ഏകോപനത്തിന്റെ പോരായ്മകൾ, അല്ലെ. കോർഡിനേഷൻ താഴെ തട്ടിൽ കോർഡിനേഷന് ചില പോരായ്മകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം മിക്കവാറും ഈ നമ്മുടെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്തുകളിൽ ഈ പറയുന്ന പഞ്ചായത്ത് ഓഫീസുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റാഫുകളുടെ പോരായ്മകൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്റ്റാഫുകളുടെ പോരായ്മകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ അഭാവം. അപ്പൊ ഇവരൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് PSC ആണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിലും ഈ എണ്ണത്തിനനുസരിച്ചുള്ള സ്റ്റാഫുകൾ പലപ്പോഴും റിക്രൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏകോപനത്തിന്റെ ചില വീഴ്ചയുണ്ട്. ഇനി കുറഞ്ഞ നിക്ഷേപം മൂലമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ സ്വാഭാവികം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കപ്പോൾ ഭൂമി വസ്തുവകകളിൽ നിന്നുള്ള നികുതി വരുമാനം അതാണ് മെയിനായിട്ട്. അതായത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ ഭൂമി വസ്തുവകകൾ ഇവയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നികുതി പിരിച്ചെടുക്കാൻ കഴിയുന്നത്. നല്ലൊരു ശതമാനവും അതിനുശേഷമേ ബാക്കി വരത്തുള്ളൂ, അല്ലെ.
അപ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഫണ്ട് അല്ലാതെ സംസ്ഥാന സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ അടിസ്ഥാനത്തിലാണ് ഇത്ര രൂപ സംസ്ഥാന സർക്കാർ പ്രാദേശിക സർക്കാരുകളിലേക്ക് നീക്കിവെക്കേണ്ടത് അല്ലെങ്കിൽ തദ്ദേശ ഭരണത്തിനായിട്ട് മാറ്റിവെക്കേണ്ടതിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള തുകകളൊന്നും സാധാരണ രീതിയിൽ കിട്ടാറില്ല എന്ന് മാത്രമല്ല ഫണ്ട് ഷോർട്ടേജ് അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിക്ഷേപം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വളരെ കുറവാണ്. വർദ്ധിച്ചു വരുന്ന അഴിമതി, സ്വാഭാവികം അഴിമതി എല്ലായിടത്തും ഉള്ളതാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ലെവലുകളിൽ കാര്യമായിട്ടുള്ള അഴിമതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കാണുന്നില്ലേ, വിജിലൻസ് പൊക്കുന്നു, പിടിക്കുന്നു അല്ലെ, സ്ട്രേറ്റ് അവേ നമുക്ക് എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ വരെയുള്ള കൊള്ളും വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ദോഷവശങ്ങൾ അല്ലെങ്കിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ ജനാധിപത്യ വികേന്ദ്രീകരണത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന പ്രവർത്തന ഇനങ്ങൾ എത്ര എണ്ണമാണ് എന്നുള്ളത് PSC ചോദ്യമാണ്. 29 എണ്ണമാണ് അല്ലെ. അതായത് ഇവരുടെ പ്രവർത്തന ഇനങ്ങൾ, അതായത് പഞ്ചായത്തുകൾക്ക് നൽകിയിരിക്കുന്ന അധികാര പരിധികളുടെ എണ്ണം 29 ആണ്. ആ 29 നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കാരണം UPSC ലെവലിലും മറ്റ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകളിലും താഴെ തന്നിരിക്കുന്നവയിൽ ഈ പറയുന്ന 11th ഷെഡ്യൂളിൽ പെടാത്ത പ്രവർത്തന ഇനം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ വരും. ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുത്തിടാം. PSC അതർ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത് നോക്കാം. നമുക്ക് ഒന്നാമത്തേത് കൃഷി, അതുപോലെ തന്നെ കാർഷിക വ്യാപനം, അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 2 ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം നടപ്പാക്കൽ, ഭൂമി ഏകീകരണം എന്ന് പറഞ്ഞാൽ ലാൻഡ് കൺസോളിഡേഷൻ ആണ്, മണ്ണ് സംരക്ഷണം. 3ാമത്തേന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണം, പാൽ ഉൽപ്പന്നം, കോഴി വളർത്തൽ. ഓക്കെ, നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചായത്തുകൾക്ക് പണം അവരുടേതായിട്ടുള്ള രീതിയിൽ പണം സമ്പാദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഭൂമി വസ്തുവകളിന്മേലുള്ള നികുതി അല്ലാതെ നമുക്ക് പഞ്ചായത്തുകൾ ചില വായ്പകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ പാലുൽപ്പന്നവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നുണ്ട്. ആ വായ്പകൾക്ക് മേൽ ജനങ്ങൾ പലിശ തിരിച്ചടയ്ക്കുമ്പോൾ ആ പലിശ കാശും പഞ്ചായത്തിന് അവകാശപ്പെട്ട ഫണ്ടാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന അധികാര പരിധിയിൽ വരുന്നുണ്ട്. മത്സ്യബന്ധന വ്യവസായം, ചെറുകിട ജലസേചനം, സ്മോൾ ലെവൽ ഇറിഗേഷൻ, അതുപോലെ തന്നെ ജലപരിപാലനം, നീർത്തട വികസനം, വാട്ടർഷെഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സോഷ്യൽ ഫോറസ്ട്രി, ഫാം ഫോറസ്ട്രി. സോഷ്യൽ ഫോറസ്ട്രി എന്താണെന്ന് അറിയാമല്ലോ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. പിന്നെ ഇനി അടുത്തത് ഫാം ഫോറസ്ട്രി, സെയിം തന്നെയാണ്, ഫാമുകളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ആ മരങ്ങൾ നമുക്ക് ഒന്നുകിൽ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നോൺ കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, ഫോർ ബോത്ത് യൂസേഴ്സ്. ഇനി ഭക്ഷ്യ സംസ്കരണ വ്യവസായം ഉൾപ്പെട്ടിരിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ വരുന്നുണ്ട്. ചെറിയ വനവിഭവങ്ങൾ, സുരക്ഷിതമായ കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി ഖാദി, ഗ്രാമം, കുടിൽ വ്യവസായങ്ങൾ, ഗ്രാമീണ ഭവനം, റൂറൽ ഹൗസിംഗ്, ഇന്ധനവും കാലിത്തീറ്റയും. നമ്മളിവിടെ പറയുന്നത് ഫ്യൂവൽ ആൻഡ് ഫോഡർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ടത് വുഡ്, അതായത് ഈ മരങ്ങൾ വഴിയുള്ള ഇന്ധനമാണ്. ചെറിയ വിറകുകളൊക്കെ എടുത്തു വച്ചിട്ടുള്ള പരിപാടികളാണ്. അതാണ് നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത്. വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള ഗ്രാമീണ വൈദ്യുതീകരണം അഥവാ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. ഇനി റോഡ്, കലുങ്കുകൾ, പാലങ്ങൾ, ഫെറികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടുകളും മറ്റുമെല്ലാം, ജലപാതകൾ തുടങ്ങി മറ്റ് ആശയവിനിമയ മാർഗങ്ങൾ. ശ്രദ്ധിക്കാം, 15ാമത്തെ പോയിന്റ് ആണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷകൾക്ക് ചോദിക്കുന്നത് അത് തന്നെയാണ്. പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം. എന്താണ് പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്.
ഓക്കെ, സോ പ്രൈമറി സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ വരുന്നില്ല. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. എന്നാൽ പഞ്ചായത്തിൻ്റെ അധികാര വിഷയത്തിൽ വരുന്നുണ്ട്. എന്നാൽ എന്ത് വന്നിട്ടില്ല? ഹയർ എഡ്യൂക്കേഷൻ വന്നില്ല, ഉന്നത വിദ്യാഭ്യാസം വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതർ സ്റ്റേറ്റ് PSC പരീക്ഷയിൽ വന്നിട്ടുണ്ട്. സോ പ്രൈമറി സെക്കൻഡറി ഓക്കെയാണ്, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇല്ല. ശ്രദ്ധിക്കണം. ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, സാങ്കേതിക പരിശീലനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും, അതായത് സ്കിൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെയാണ്. മുതിർന്നവരും അനൗപചാരികവുമായ വിദ്യാഭ്യാസം, അതായത് അഡൾട്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ഒക്കെയാണ്. അത് ഈ സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റി ആസ്തികളുടെ പരിപാലനം. എന്താണ് ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് അവരുടെ കമ്മ്യൂണിറ്റി അസറ്റ് പരിപാലനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പഞ്ചായത്തിൽ വരുന്ന ജനങ്ങൾ ഉൾപ്പെടെ അവരുടെ അസറ്റ് തന്നെയാണ്. അവിടെയുള്ള റോഡുകൾ, അവിടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ അസറ്റാണ്. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ, ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, വികലാംഗരുടെയും ബുദ്ധിമാന്ദ്യമുള്ളവരുടെയും ക്ഷേമം ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമം, കുടുംബക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, വിപണികളും മേളകളും. നിങ്ങൾക്കറിയാം, പഞ്ചായത്തിലൊക്കെ താമസിക്കുന്നവരാണ്, സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിപണി, മേള, ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഓണച്ചന്തകൾ, അല്ലേ? ദെൻ ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും മരുന്നുശാലകളും ഉൾപ്പെടെയുള്ള ആരോഗ്യവും ശുചിത്വവും, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ലൈബ്രറികൾ, ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾ. ഇത്രയും കാര്യങ്ങൾ, 29 കാര്യങ്ങളാണ് ഈ 11ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന പഞ്ചായത്തിന്റെ പ്രവർത്തന ഇനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ശരി. ഇത് നിങ്ങൾ 2-3 വട്ടം നോക്കിക്കൊള്ളുക. ഇനി പഞ്ചായത്തുകളുടെ സാമ്പത്തിക ഉറവിടം: 1 നികുതികൾ, 2 നികുതി ഇതര വരുമാനം, 3 ഗ്രാന്റുകൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നികുതികൾ നോക്കിയേ: ഭൂമി, വസ്തുവകകൾ, തൊഴിൽമേൽ, അതായത് തൊഴിലിന്മേൽ ഉള്ള നികുതി പിടിച്ചെടുക്കുന്നുണ്ട് പഞ്ചായത്ത്. വ്യാപാരങ്ങൾ, സ്റ്റാമ്പുകൾ, രജിസ്ട്രേഷൻ, ഭൂമി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സേവനം എന്നിവയുടെ നികുതിയിൽ നിന്ന് പഞ്ചായത്തുകൾക്ക് പണം സമ്പാദിക്കാം. ഇനി നികുതി ഇതര, അതായത് നോൺ ടാക്സ് റവന്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ പലിശ ഇനത്തിൽ നിന്നും ഫോർ എക്സാമ്പിൾ നമ്മുടെ പഞ്ചായത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വ്യവസായം, പഞ്ചായത്തിൽ ഒരു വ്യവസായം കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഉത്തർപ്രദേശ് യു പിയുടെ സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കണ്ടാം, UPയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ പഞ്ചായത്ത് റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം, പഞ്ചായത്ത് റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം. ആ ഒരു സ്കീം പ്രകാരം അവിടെ വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് 25 ലക്ഷം രൂപ വരെ ലോൺ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പഞ്ചായത്തുകൾക്ക് ലോൺ നൽകാം, ജനങ്ങൾക്ക് ലോൺ നൽകാം. പഞ്ചായത്തിൽ വികസന പരിപാടികൾക്ക് തുടക്കമിടുന്നവർ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സംരംഭകത്വത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന വായ്പയിന്മേൽ പലിശ ഈടാക്കാം. ചില അവസരങ്ങളിൽ പലിശരഹിത വായ്പകളും പഞ്ചായത്തുകൾ നൽകുന്നുണ്ട്. പലിശ ഈടാക്കി നൽകുന്ന വായ്പകളിന്മേൽ പഞ്ചായത്തിന് തിരിച്ചു കിട്ടുന്ന പണം എന്ന് പറയുന്നത് നോൺ ടാക്സ് റവന്യൂ അഥവാ നികുതി ഇതര വരുമാനമാണ്. പിന്നെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളിൽ നിന്നും പണം സമ്പാദിക്കാം. ഓണച്ചന്തയും മറ്റുമൊക്കെ നടത്തുമ്പോൾ, അല്ലെ, വിപണികളും മേളകളും എന്ന് പറയുന്നത് ഇവരുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രാന്റുകൾ. പഞ്ചായത്തുകൾക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാം. സോ ആ കിട്ടുന്ന പണം ഇതെല്ലാം കാത്തു സൂക്ഷിച്ചാണ് അവരുടേതായിട്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത് ഷെഡ്യൂൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 12ാമത് ഷെഡ്യൂളാണ്. ഓക്കെ, 12ാമത്തെ ഷെഡ്യൂൾ എന്താ പറയുന്നത്? മുനിസിപ്പാലിറ്റികളുടെ പരിധിയിൽ വരുന്ന പ്രവർത്തന ഇനങ്ങൾ ആകെ 18 ആണ്. പഞ്ചായത്തിന്റെ പരിധിയിൽ 11ാമത്തെ ഷെഡ്യൂളിൽ 29 എണ്ണമാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ
അവർക്ക് 12ാമത് ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ 18 പ്രവർത്തന ഇനങ്ങളാണ് വരുന്നത്. 18 അധികാര വിഷയങ്ങളാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, പ്രധാനമായിട്ട് നമ്പർ 1 എപ്പോഴും പരീക്ഷകൾക്ക് വരുന്നത് നഗരാസൂത്രണം തന്നെയാണ്. പിന്നെ ഭൂവിനിയോഗം, കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നിവയുടെ നിയന്ത്രണം, സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിലുള്ള ആസൂത്രണം, റോഡുകളും പാലങ്ങളും, ഗാർഹിക വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ജലവിതരണം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പൊതുജനാരോഗ്യം, ശുചിത്വ സംരക്ഷണം, ഖരമാലിന്യ സംസ്കരണം എവിടെ വരുന്നുണ്ട്? പഞ്ചായത്തിലില്ല, പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ കയറി വരുന്നുണ്ട്. അഗ്നിശമന സേവനങ്ങൾ, നഗര വനവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണം, പാരിസ്ഥിതിക വശങ്ങളുടെ പ്രോത്സാഹനം. ഈ നഗര വനവൽക്കരണത്തിന് പകരം അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? നഗരങ്ങളിൽ പ്രദേശങ്ങൾ വെറുതെ ചുമ്മാ കിടക്കത്തില്ലല്ലോ, എല്ലായിടത്തും വീടും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് സജ്ജമാണ്. എന്നാൽ പഞ്ചായത്തുകളിൽ നമുക്ക് അതിനുവേണ്ടി പഠിച്ച സോഷ്യൽ ഫോറസ്ട്രിയാണ്, ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫാം ഫോറസ്ട്രി. വികലാംഗരും ബുദ്ധിമാന്ദ്യമുള്ളവരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമം, അത് നമ്മൾ നേരത്തെയും അവിടെ ഉണ്ടായിരുന്നു. വികലാംഗരും ബുദ്ധിമാന്ദ്യം ഉള്ളവർക്കും, അതുപോലെ തന്നെ SC ST അല്ല, കുടുംബക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം എല്ലാം പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽ വരുന്നുണ്ട്. ഇനി ചേരി മെച്ചപ്പെടുത്തലും നവീകരണവും. ഈ ചേരി അഥവാ സ്ലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന നഗരപ്രദേശങ്ങളിലാണ്. അവയുടെ ഒരു നവീകരണം, നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ നിർമ്മാർജ്ജനം അവിടെ ഉണ്ട്. 29ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണ നടപടികൾ എന്നുള്ളതാണ്, അല്ലേ? പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ ഇതും വരുന്നുണ്ട് പഞ്ചായത്തിൽ. ഇവിടെ 11ാമത്തെ നമ്പറാണ്. നമുക്കിപ്പോൾ നമ്പർ ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാർക്കുകൾ, പൂന്തോട്ടങ്ങൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയ നഗര സൗകര്യങ്ങൾ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സൗന്ദര്യാത്മകവുമായ വശങ്ങളുടെ പ്രോത്സാഹനം. ഇതാണ് എസ്തെറ്റിക് ആയിട്ടുള്ള, അതായത് ഇപ്പം നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി ശ്മശാനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടതാണ്. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് അറിയാൻ പറ്റും. അതർ സ്റ്റേറ്റിൻ്റെയൊക്കെ പഞ്ചായത്ത് സെക്രട്ടറി, ഓക്കെ, അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു. അവിടെ ചോദിച്ചിട്ടുള്ളതാണ് വൈദ്യുതി ശ്മശാനം എന്ന് പറയുന്നൊരു സംഗതി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ കൂട്ടിക്കൊള്ളണം. ഈ 14ാമത്തെ പോയിന്റ് ശ്മശാനങ്ങൾ എന്ന ഒരു പോയിന്റിൽ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ വൈദ്യുതി ശ്മശാനം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. വൈദ്യുതി ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ശ്മശാനങ്ങളും ഇവിടെ വരുന്നുണ്ട്. കന്നുകാലികളുടെ പാർപ്പിടം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ. ഇപ്പൊ കാലുകളുടെ പാർപ്പിടം എന്ന് പറഞ്ഞാൽ കാറ്റിൽ പൗണ്ടിങ് ആണ്. അതായത് നമ്മുടെ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് വരും. അവിടെ വെച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങളും അവരെ അവിടെ വെച്ച് പരിപാലനം ചെയ്യും. ഓക്കെ, ഇനി അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക സർക്കാരിൻ്റെ കീഴിലാണ്. ജനന മരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കുകൾ, തെരുവ് വിളക്കുകൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, പൊതു സൗകര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പാർക്കിംഗ് സ്ഥലങ്ങൾ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കൊണ്ട് വണ്ടി സ്റ്റാച്യൂയിലോ പുളിമൂടോ കൊണ്ടിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പം തന്നെ 10 രൂപയുടെ ഒരു ഇതുമായിട്ട് കൊണ്ടുവരും, ലൈക്ക് പാർക്കിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് വാങ്ങും. അപ്പോൾ അത് വാങ്ങാൻ ആർക്ക് അധികാരമുണ്ട്? ഈ ഒരു അധികാര വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് അത് പിഴിക്കുന്നത്. അറവുശാലകളുടെയും തോൽപ്പണിശാലകളുടെയും നിയന്ത്രണം. അറവ് സ്ലോട്ടറിങ് ആണ്, തോൽപ്പണി ടാനറീസ് ആണ്. അതായത് ഈ തോലുകൾ, മൃഗങ്ങളുടെ തോലുകൾ മറ്റുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ടോ. അപ്പോൾ അത്തരം ശാലകളുടെ നിയന്ത്രണവും ഈ പറയുന്ന അർബൻ ലോക്കൽ ബോഡീസിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മുടെ 12th ഷെഡ്യൂൾ അനുസരിച്ച് ആകെ എത്ര അധികാര വിഷയങ്ങളുണ്ട്? 18 ഉണ്ട്. അതിൽ അർബൻ ലോക്കൽ ബോഡീസിന് 18 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോളണം. വൈദ്യുതി ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ശ്മശാനങ്ങളും അവിടെ നമുക്ക് ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് മുനിസിപ്പാലിറ്റികളുടെ സാമ്പത്തിക ഉറവിടം. നോക്കേ, ഭൂമി, വസ്തുവകകൾ, കുടിവെള്ളം, വിദ്യാഭ്യാസം, വിനോദം, തൊഴിൽ, മറ്റ് സേവനങ്ങൾ എന്നിവയിൽ നിന്ന് ഇവർ നികുതി പിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നികുതിയാണ് ഒക്ട്രോയ് ഡ്യൂട്ടി. ഈ ഒക്ട്രോയ് ഡ്യൂട്ടി എന്ന് പറയുന്നത്
മുനിസിപ്പാലിറ്റികളിലാണ്. അതായത് പട്ടണത്തിൽ പ്രവേശിക്കുന്നതോ പുറത്തു പോകുന്നതോ ആയ ചരക്കുകളിന്മേലുള്ള നികുതി. ഇപ്പോൾ ഒരുപക്ഷെ ഈ ചരക്കെന്ന് പറയുന്നത് ഒരുപക്ഷെ മൃഗങ്ങളായിരിക്കാം ചിലപ്പോൾ ചരക്ക്, അതിൽ മറ്റു പല വസ്തുവകകളായിരിക്കും. നമുക്ക് കാണുന്നില്ലേ, പട്ടണങ്ങളിൽ നിന്നും ഒരു വലിയ വണ്ടിയിൽ കയറ്റി പോത്തിനെയും കാളകളെയൊക്കെ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ പട്ടണത്തിൽ പ്രവേശിക്കുന്നതോ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള എല്ലാവിധ ചരക്കുകളിൽ മേൽ ചുമത്തുന്ന നികുതിയാണ് ഒക്ട്രോയി ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ പിടിക്കുന്നുണ്ട്. അതാണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. നികുതി ഇതര വരുമാനത്തിൽ പലിശ ഇനത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്നുമൊക്കെ പണം സമ്പാദിക്കാം. മാത്രമല്ല ഗ്രാൻറ്റുകൾ, അതായത് സഹായങ്ങൾ. ഈ ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചടക്കേണ്ടി വരുന്നില്ല. ഇവയ്ക്ക് പലിശയും നൽകേണ്ട, തിരിച്ച് ഈ പണം സംസ്ഥാന കേന്ദ്ര സർക്കാരിന് നൽകുകയും വേണ്ട. ഫുള്ളി ഒരു അസിസ്റ്റൻസ് ആണ്, യാതൊരുവിധ തിരിച്ചടക്കേണ്ട അല്ലെങ്കിൽ ബാധ്യതയില്ലാത്ത ഒരു സഹായമാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്താണ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഭാഗമായിട്ട് താഴെത്തട്ടിൽ വരുന്ന പ്രാദേശിക സർക്കാരുകൾ, പ്രധാനമായിട്ടും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഭരണഘടനാ പദവിയുടെ ഭാഗമായിട്ട് ഭരണഘടനയിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ള 11ാമത്തെ ഷെഡ്യൂളും 12ാം ഷെഡ്യൂളും അനുസരിച്ച് അവർക്ക് നൽകിയിരിക്കുന്ന അധികാര വിഷയങ്ങൾ. 11ാം ഷെഡ്യൂൾ അനുസരിച്ച് പഞ്ചായത്തുകൾക്ക് 29 വിഷയങ്ങളിന്മേൽ നടപടിയെടുക്കാം. 12ാം ഷെഡ്യൂൾ അനുസരിച്ച് മുനിസിപ്പാലിറ്റികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് എന്ത് ചെയ്യാം, 18 വിഷയങ്ങളിന്മേൽ നടപടി എടുക്കാൻ സാധിക്കും. ഇവരുടെ സ്രോതസ് അല്ലെങ്കിൽ വരുമാനം, ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്, ഗ്രാൻറ്റുകളുണ്ട്. യാതൊരുവിധ ബാധ്യതയും ഇല്ലാത്ത ഒരു വരുമാനമായിട്ട് നമുക്ക് ഗ്രാൻറ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഒക്ട്രോയി ഡ്യൂട്ടിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ ഒരൊറ്റ സെഷനിൽ അറിഞ്ഞിരിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് മാത്രം. അടുത്തൊരു സെഷനായിട്ട് കാത്തിരിക്കാം. വീണ്ടും കാണാം. നന്ദി.